പെർസെൻറ്റേജിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ 3 ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമ്മൾ നോക്കിയിരുന്ന എക്സാമുകളൊക്കെ വന്നു കഴിഞ്ഞു, അതിൻ്റെ ഡേറ്റുകളൊക്കെ ആയി. അപ്പോൾ ഇനി ഉഴപ്പാൻ നമുക്കൊട്ടും സമയമില്ല മക്കളെ, ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് ഡെയിലി വീഡിയോസ് ഇടാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഒപ്പം കൂടിക്കോണം, വേഗം PYQs എല്ലാം ചെയ്ത് നോക്കി പഠിച്ചോണം. ശരി, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഒരു 2 ചോദ്യം ഇവിടെ, പിന്നെ ഒരു 5 ചോദ്യം ഇവിടെ, അങ്ങനെ 7 ചോദ്യങ്ങൾ ആകെ ഇന്ന് ചെയ്തു നോക്കും. ഈ വീഡിയോയിൽ 7 ചോദ്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം വീഡിയോ പോസ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചോദ്യങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കണം. ഓക്കെ, അറിയത്തില്ലാത്തവർ എക്സ്പ്ലനേഷൻ കേട്ട് വൃത്തിയായിട്ട് സാവകാശം നോട്ട് എഴുതി നന്നായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ മക്കളെ? നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് തുടങ്ങാം. ഇനി പല ടോപ്പിക്കുകളുടെ PYQs ഫുൾ കവർ ചെയ്തത് ഓൾറെഡി നമ്മളെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്ക് തീർന്നു, ഏതൊക്കെ ടോപ്പിക്ക് വരാനുണ്ട്. തീർന്നതിൻ്റെ എല്ലാം കറക്റ്റ് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ് PYQs കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ട് അത് പഠിച്ച് നോട്ട് എഴുതി വൃത്തിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ശരി, ഒന്നാമത്തെ ചോദ്യം 400ൻ്റെ 22.5% ഡാഷാണ് മക്കളെ. 400ൻ്റെ 22.5% കാണണം ആണല്ലോ. ഈ 400ൻ്റെ 22.5% കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആദ്യം മനസ്സിലാക്കുക, 22.5% എന്ന് പറഞ്ഞാൽ 22.5/100 എന്നാണ് അർത്ഥം. കാരണം X% എന്ന് പറഞ്ഞാൽ X/100 ആണ്. എന്താ ഞാൻ പറഞ്ഞേ? X% എന്ന് പറഞ്ഞാൽ X/100 എന്നാണ് അർത്ഥം. അപ്പോൾ 22.5% എന്ന് പറഞ്ഞാൽ 22.5/100 എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം 400ൻ്റെ 22.5% കാണാൻ 400 × 22.5/100 എന്ന് കിട്ടും. ശരിയാണോ? ഈ 2 പൂജ്യവും പോയി, ഈ 2 പൂജ്യവും പോയി. 4 × 22.5 നമുക്ക് 90 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 90 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 പ്രസ്താവനകൾ തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. അതിൽ ആദ്യത്തെ പ്രസ്താവന 22.5 അല്ലേ, 22.5 22.5% എന്ന് പറയുന്നത് 5ഉം 16ൽ 1 പറഞ്ഞേക്കുന്നത്. ഇത് ശരിയാണോ എന്ന് നോക്കണം. ഓക്കെ മക്കളെ, 22.5യുടെ 22.5% 5ഉം 16ൽ 1 എന്ന് പറയുന്നത് ശരിയാണോ നോക്കണം. ഓക്കെ, 22.5 എന്നതിനെ അതൊരു മിശ്ര ഭിന്നമല്ലേ, വിഷമ ഭിന്നമാക്കുമ്പോൾ 45/2 എന്ന് വരും അല്ലേ. 22 × 2 44, 1 45/2 ഇൻറ്റു 22.5%. ഓർക്കുക, 22.5% എന്ന് പറഞ്ഞാൽ എത്ര ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കാം. 22.5% എന്ന് പറഞ്ഞാൽ 45/2% തുല്യമാണ് അല്ലേ. കാരണം 22 എന്ന് പറഞ്ഞാൽ 45/2 ആണ്. 22.5% 45/2%. ശതമാന ചിഹ്നം മാറ്റാൻ 100 ചെയ്താൽ പോരെ. അപ്പം 45/2 ÷ 100 ആണോ? അതായത് 45/200 എന്ന് കിട്ടും. ഈ താഴെ കിടക്കുന്ന 100 തിരിഞ്ഞു വരും, ഹരിക്കാനുള്ള നിയമം. അപ്പോൾ 1/100 എന്നാകും. അപ്പം 45/200. ഇത് 5 വെച്ച് വെട്ടിക്കളയുമ്പോൾ ഇത് 9 തവണ, ഇത് ഈ 40 തവണ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 22.5% എന്ന് പറഞ്ഞാൽ 9/40ക്ക് തുല്യമാണ്. അപ്പം 22.5% കാണാൻ ഇൻറ്റു 9/40 40 ചെയ്താൽ മതി. ഓക്കെ, സോൾവ് ചെയ്യാൻ നേരത്ത് 5 വെച്ച് വെട്ടുമ്പം ഇത് 8 തവണ, 5 വെച്ച് വെട്ടുമ്പം ഇത് 9 തവണ. 9 × 9 81/16 എന്ന് കിട്ടും മക്കളെ ആൻസർ. സോ 81/16 എന്ന് പറഞ്ഞാൽ 5ഉം 16ൽ 1 തന്നെയാണ്. അപ്പം പ്രസ്താവന 1 ശരിയാണ് എന്ന് മനസ്സിലാക്കാം. പ്രസ്താവന 1 ശരിയാണ്. ശരി,
രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് വരുമ്പം രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 33 മൂന്നിലൊന്നിൻ്റെ അല്ലേ 33 മൂന്നിലൊന്നിൻ്റെ 33 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് 11 9 അത് ശരിയാണോ എന്നാണ് ചോദ്യം. 33 മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ 99 + 1 100/3 100/3 ഇൻറ്റു 33 മൂന്നിലൊന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഒരു സംഖ്യയുടെ 31 മൂന്നിലൊന്ന് ശതമാനം കാണാൻ ആ സംഖ്യ ഇൻറ്റു 1/3 ചെയ്താൽ മതി. ഒരു സംഖ്യയുടെ 11 9 ശതമാനം കാണാൻ ആ സംഖ്യ ഇൻറ്റു 1/9 ചെയ്താൽ മതി. ഒരു സംഖ്യയുടെ 66 2 ശതമാനം കാണാൻ ആ സംഖ്യ ഇൻറ്റു 2/3 ചെയ്താൽ മതി. ഇത് നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ 33 മൂന്നിലെ ശതമാനം കാണാൻ സംഖ്യ ഇൻറ്റു 1/3. കണ്ടോ മക്കളെ, ഇത് നമുക്ക് 100/3 എന്ന് കിട്ടില്ലേ. 100/3 എന്ന് പറഞ്ഞാൽ 11 1/9 അല്ലേ. 100/9 എന്ന് വരും അല്ലേ. 100/9 എന്ന് വരും. 100/9 എന്ന് പറഞ്ഞാൽ 11 1/9 ആണ്. സോ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണെന്നുള്ളതാണ് ഉത്തരവായിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ. ശരി, മുന്നോട്ട് പോവാം. 23ാമത്തെ ചോദ്യം, എക്സ് മൈനസ് വൈയുടെ 60% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 60/100 അല്ലേ. ഇതും എക്സ് പ്ലസ് വൈയുടെ 40% തുല്യം ഇൻറ്റു 40/100 അല്ലേ. ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈയുടെ 60% എക്സ് പ്ലസ് വൈയുടെ 40% തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ എന്ന് കണ്ടുപിടിക്കണം. മക്കളെ, ഞാൻ ആദ്യം ഈ 100ഉം തട്ടിക്കളഞ്ഞു. കാരണം സമത്തിൻ്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്നതാണ്, ഒരേപോലെ കിടക്കുന്നത്, വെട്ടിക്കളയാം. രണ്ടും താഴെയാണ്, വെട്ടിക്കളയുന്നതിന് കുഴപ്പമില്ല. ഈ 60 കൊണ്ട് അകത്തേക്ക് ഗുണിക്കുമ്പം 60x മൈനസ് 60y എന്ന് വരും. ശരി, ഈ 40 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുമ്പം 40x പ്ലസ് 40y എന്ന് വരും. ഓക്കെ അല്ലേ. ശരി മക്കളെ, ഇനി ഇതിങ്ങോട്ട് വരുമ്പം 60x മൈനസ് 40x 20x എന്ന് കിട്ടും അല്ലേ. 40y പ്ലസ് 60y അങ്ങോട്ട് പോകും അല്ലേ. 60y പ്ലസ് 60y ആയിട്ട് മാറും. സമത്തിൻ്റെ അപ്പുറം 100y എന്ന് കിട്ടും. ആണോ? അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ എടുക്കാമല്ലേ. y ഈസ് ഈക്വൽ ടു 20/100x എന്ന് കിട്ടും ഇല്ലേ. 100 എക്സിൻ്റെ താഴേക്ക് വന്നാൽ 20/100 ആകും. y ഈക്വൽ 20/100x എന്ന് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? y എന്ന് പറഞ്ഞാൽ 20% ഓഫ് എക്സ് എന്നല്ലേ. 20% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 20/100x അല്ലേ 20% എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ എന്ന് ചോദിച്ചാൽ എക്സിൻ്റെ 20% വൈ എന്ന് കിട്ടും. കണ്ടോ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്ത രീതി സംശയമുണ്ടോ? 20x ഈക്വൽ 100y എന്ന് കിട്ടും. y ഈക്വൽ 20/100x എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം 20/100 എന്ന് പറഞ്ഞാൽ 20% എന്നല്ലേ അർത്ഥം. അപ്പം അതിൻ്റെ അർത്ഥം y എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ 20% ആണെന്നല്ലേ മക്കളെ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 1/3 8 കുറവാണ്. മക്കളെ, ഒരു സംഖ്യ എന്നുള്ളത് ഞാൻ എക്സ് എന്ന് എടുത്തു. ആ സംഖ്യയുടെ 25% എന്നുള്ളത് x/4 എന്ന് എടുത്തു. ക്ലിയർ അല്ലേ? ഒരു സംഖ്യ എന്നുള്ളത് ഞാൻ എക്സ് എന്ന് എടുത്തു, സംഖ്യയുടെ 25% എന്നുള്ളത് x/4 എന്ന് എടുത്തു. ഓക്കെ, സംഖ്യയുടെ 25% എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ 1/3 അപ്പം x/3 8 കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഞാൻ ഇക്വേറ്റ് ചെയ്ത് കണ്ടോ. സംഖ്യ എക്സ് ആണെങ്കിൽ സംഖ്യയുടെ 25%, ഏതൊരു സംഖ്യയുടെ 25% കാണാൻ സംഖ്യ /4 ചെയ്താൽ മതി. അപ്പം എക്സിൻ്റെ 25% കാണാൻ x/4, അതാണ് സംഖ്യയുടെ 25%. ഇത് സംഖ്യയുടെ 1/3 സംഖ്യയുടെ 1/3 പറഞ്ഞാൽ x/3 8 കുറവാണ്, -8. കണ്ടോ, ഇനി ഇവൻ ഇങ്ങോട്ട് വരും. അപ്പോൾ എങ്ങനെ വരും? x/4 മൈനസ് x/3 എന്ന് വരും. ഈസ് ഈക്വൽ ടു
ഓക്കെ, നമുക്ക് x/4 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, കാരണം അതാണ് ചെറിയ സംഖ്യ. അപ്പം ഈ -8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ. -8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഞാൻ ഈ -8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇവനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പം -8 + 8 ആയിട്ട് മാറും. x/3 എന്നുള്ളത് അവിടെ ഇട്ടു, x/4നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം +x/4 -x/4 ആയി. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ. 4x - 3x ഡിവൈഡഡ് ബൈ 12 = 8 എന്ന് കിട്ടും. ആണോ മക്കളെ? അപ്പം എനിക്ക് മനസ്സിലായി 12 ഇങ്ങോട്ട് വരുമ്പം 8 × 12 96 = 1x അല്ലെങ്കിൽ x എന്ന് കിട്ടും. അപ്പോൾ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 96 ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ് പരീക്ഷയിൽ 15 പേർക്ക് 50-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. ഇതാണ് 50 മാർക്ക്. 50-ൽ കൂടുതൽ മാർക്ക് ലഭിച്ച 15 പേരുണ്ട്. ഇത് 15 ആളുകളാണേ. 23 പേർക്ക് 50-ൽ താഴെ എന്നാൽ 10-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. 10-ൽ കൂടുതൽ മാർക്കുണ്ട് എന്നാൽ 50-ൽ താഴെയാണ്. 10-ൽ കൂടുതൽ എന്നാൽ 50-ൽ താഴെ. അങ്ങനെയുള്ളത് എത്ര പേരുണ്ട്? 23 പേരുണ്ട്. 50-ൽ താഴെ എന്നാൽ 10-ൽ കൂടുതൽ. ശരി, ഇനി ബാക്കി 12 വിദ്യാർത്ഥികൾക്ക് 10-ൽ താഴെ മാർക്ക് ലഭിച്ചു. ഓക്കെ, 10-ൽ താഴെ മാർക്ക് ലഭിച്ച 12 വിദ്യാർത്ഥികളും ഉണ്ട് ഇങ്ങനെ. അപ്പോൾ 50-ൽ കൂടുതലുള്ള 15 പേര്, 50-നും 10-നും ഇടയിലുള്ള 23 പേരുണ്ട്, 10-ൽ താഴെ മാർക്കുള്ള 12 പേരുണ്ട്. ചോദ്യം: എത്ര ശതമാനം വിദ്യാർത്ഥികൾക്ക് 10-നും 50-നും ഇടയിൽ മാർക്ക് ലഭിച്ചു? 10-നും 50-നും ഇടയിൽ മാർക്ക് ലഭിച്ചത് 23 പേരാണ്. അവരെത്ര ശതമാനം എന്നാണ്. അപ്പോൾ അവരാകെയുള്ളതിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം അല്ലേ. ആകെയുള്ളത് എത്ര പേരാണ് മക്കളെ? 15-ഉം 23-ഉം 12-ഉം. ശരിയല്ലേ? 23-ഉം 12-ഉം നമുക്കറിയാം 35ആണ്. 35 + 15 50ആണ്. അപ്പോൾ ആകെ 50 പേരുണ്ട്. അതിൽ 23 ആളുകൾ 10-നും 50-നും ഇടയ്ക്ക് മാർക്കുണ്ട്. അപ്പോൾ അത് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 23/50 × 100 അല്ലേ. 23 ആളുകൾക്ക് 50-നും 10-നും ഇടയിൽ മാർക്കുണ്ട് അല്ലേ. അവർ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അവരാകെ 50 പേരാണ് ഉള്ളത്. 23 50-ൻ്റെ എത്ര ശതമാനമാണെന്ന് അറിയണം. 23/50 × 100. ഇതും വെട്ടിപ്പോയി 2. ആൻസർ 46% പേര്. 46% പേർക്ക് ആണ് 10-നും 50-നും ഇടയിൽ മാർക്കുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് സംഖ്യയുടെ 40% 32? ഏതോ ഒരു സംഖ്യയുടെ 40% 32 എന്നെടുത്തു. അത് ഏത് സംഖ്യയുടെയാണെന്നറിയാം. 40% 32 100% എത്ര എന്ന് നോക്കിയാൽ ഉത്തരവായി അല്ലേ. 40% 32 സംഖ്യ കാണാൻ 100% എത്ര എന്ന് നോക്കണം. അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 32 ഡിവൈഡഡ് ബൈ 40 അല്ലേ. ഈ 0 വെട്ടിക്കളയാം. 4-ഉം 32-ഉം വെട്ടിക്കളയാം. 8. ആൻസർ 80 ആണ്. 80 എന്ന സംഖ്യയുടെ 40% 32. അടുത്ത ചോദ്യം. 600-ൻ്റെ 8% മക്കളെ. 600-ൻ്റെ 8% കാണാൻ 600-ൻ്റെ 8% കാണാൻ 600 × 8/100 അല്ലേ. ഈ 2 0 പോയി 6 8 48 എന്ന് കിട്ടും. ശരിയാണോ? ഇനി മനക്കണക്കായിട്ട് ചെയ്യാം. 600-ൻ്റെ 1% 6ആണ്. അപ്പോൾ 8% 6 8 48 അപ്പോൾ ഇന്നത്തെ 7 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. 5ാമത്തെ പാർട്ട് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. മക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ തീർച്ചയായിട്ടും അത് ലൈക്കായിട്ടും കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക കേട്ടോ. താങ്ക് യു.